നമസ്കാരം. ഇന്ത്യ എന്ന് ലോകകപ്പ് കളിക്കും. ഈ ലോകകപ്പ് കാലത്തും ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അതാണ്. പലയിടങ്ങളിലും ചർച്ച ഇന്ത്യയുടെ ലോകകപ്പ് കളിയെക്കുറിച്ച് തന്നെയാണ്. ഇന്ത്യക്ക് എപ്പോഴെങ്കിലും ലോകകപ്പിലേക്ക് പ്രവേശനം കിട്ടുമോ? പലരും പറയുന്നത് ഇന്ത്യ ആതിഥേയ രാജ്യമായാൽ ലോകകപ്പിലേക്ക് കളിക്കാൻ അവസരമുണ്ടാകും എന്നാണ്. എന്നാൽ അവസരം കിട്ടിയിട്ടും ലോകകപ്പ് കളിക്കാത്തൊരു ചരിത്രമുണ്ട് ഇന്ത്യക്ക്. ആ ചരിത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. 1950 ബ്രസീലിൽ നടന്ന ലോകകപ്പിലാണ് ഇന്ത്യക്ക് പ്രവേശനം ലഭിച്ചത്. അന്ന് ഫിലിപ്പൈൻസും ബർമയും ആ ലോകകപ്പിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. എന്നാൽ ആ രണ്ട് രാജ്യങ്ങളും പിന്മാറി. അതോടെയാണ് ഇന്ത്യക്ക് കൂടി ലോകകപ്പിലേക്ക് അവസരം ലഭിച്ചത്. പക്ഷേ ഇന്ത്യൻ ടീം ആ ലോകകപ്പിന് പോയില്ല. എന്താണ് കാരണം? നമ്മൾ ഇത്രനാളും പറഞ്ഞു കേട്ട ഒരു കാരണം, അന്ന് ഇന്ത്യക്കാർക്ക് ബൂട്ട് വാങ്ങാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ബൂട്ടില്ലാതെ കളിക്കാൻ അന്ന് ഫിഫ അനുവദിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യ ലോകകപ്പിൽ പങ്കെടുക്കാതെ മാറി നിന്നത് എന്നാണ്. എന്നാൽ അതല്ല സത്യം. കാരണം 1953 ഫുട്ബോൾ ലോകകപ്പിന് ബൂട്ട് നിർബന്ധമായിക്കൊണ്ട് ഫിഫ തീരുമാനമെടുക്കുന്നത്. 50 നടന്ന ലോകകപ്പിൽ ഇന്ത്യയെ കളിപ്പിക്കാതിരിക്കാൻ അതൊരു കാരണമല്ല എന്ന് ചുരുക്കം. അന്ന് ലോകകപ്പിൽ പങ്കെടുക്കുന്നതിനുള്ള അറിയിപ്പ് ഇന്ത്യക്ക് ലഭിക്കുന്നത് അല്പം വൈകിയാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെ പിന്മാറ്റത്തിന് ശേഷം തീരുമാനമെടുത്ത് ഇന്ത്യയെ അറിയിക്കുമ്പോഴേക്കും വൈകിയിരുന്നു. ആ സമയത്ത് അത്രയും പണം കണ്ടെത്തി ബ്രസീലിലേക്ക് പോകാനുള്ള സാഹചര്യം ഇന്ത്യക്കുണ്ടായിരുന്നില്ല. അന്ന് ഒളിമ്പിക്സിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്ന ഘട്ടം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒളിമ്പിക്സിനാണെന്ന് പ്രാധാന്യം നൽകിയത്. നല്ലൊരു അവസരം ഇന്ത്യ ഉപയോഗിച്ചില്ല എന്നതാണ് സത്യം. അന്ന് ഏഷ്യയിൽ മികച്ച നിലയിൽ ഫുട്ബോൾ കളിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉണ്ടായിരുന്നു. എന്നാൽ ആ അവസരത്തെ ഉപയോഗിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ഇന്ന് നോക്കൂ, ഇന്ത്യയേക്കാൾ എത്രയോ താഴെയുള്ള രാജ്യങ്ങൾ ലോകകപ്പ് കളിച്ച് ഫുട്ബോൾ ലോകത്ത് തങ്ങളുടെ രാജ്യത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ലോകകപ്പിൽ തന്നെ കണ്ടില്ലേ, 1.25 ലക്ഷത്തോളം ജനസംഖ്യയുള്ള കുറസാവയാണ് ലോകകപ്പിൽ തങ്ങളുടെ കന്നിപ്രവേശനത്തെ ഗംഭീരമാക്കിയത്. 5 ലക്ഷത്തോളം ജനസംഖ്യയുള്ള കേപ്പ് വാഡ നോക്കൌട്ട് റൗണ്ടിൽ അർജന്റീനയെ നേരിടാൻ പോകുന്നു. ഇവരൊക്കെ ഇന്ത്യയുടെ ഫുട്ബോൾ ലോകത്തിന്റെ കണ്ണു തുറപ്പിക്കുന്നവരാണ്. ചെറിയ രാജ്യങ്ങളാണെങ്കിലും കഠിന പ്രയത്നത്തിലൂടെ ലോകകപ്പിലേക്ക് ഇവർ എത്തിയിരിക്കുന്നു. എന്നെങ്കിലും ഇന്ത്യയും ഇതുപോലെ എത്തുമെന്ന് നമുക്ക് കരുതാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.